നമ്പർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് 3 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ തുക ഇത് കാണുവാനായിട്ടൊരു ഒരു വാക്യമുണ്ട്. അത് n × n+1/2 എന്നാണ്. n എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സംഖ്യകളുടെ എണ്ണമാണ്. അപ്പോൾ ഇവിടുത്തെ സംഖ്യ എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ 30 × n+1 30നോട് 1 കൂട്ടണം. അപ്പോൾ 30 1 കൂട്ടിയാൽ 31 ÷ 2 ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ 2നെയും 30നെയും കൂടെ കട്ട് ചെയ്താൽ നമുക്ക് 15 കിട്ടും. 30ൽ 2 15 പ്രാവശ്യം. ഈ 15 31 കൂടെ ഗുണിച്ചാൽ മതി. നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം. 31 × 15 5 5 3 15 1 3 കൂട്ടിയാൽ 5 6 4 നമുക്ക് 465 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം. ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ തുക. ഒറ്റ സംഖ്യകളുടെ തുക കാണുവാനായിട്ടുള്ള വാക്യം എന്ന് പറയുന്നത് n². ഇവിടെ n എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ 50ൻ്റെ സ്ക്വയർ എടുത്താൽ മതി. 50ൻ്റെ സ്ക്വയർ എടുക്കാനുള്ള എളുപ്പമാർഗ്ഗം എന്താണ്? ഈ 5ൻ്റെ സ്ക്വയർ എടുക്കുക, അത് 25. ഇവിടെ 1 0 ഉണ്ട്. അപ്പോൾ ഉത്തരത്തിൽ 2 0 ഇടുക. 2500 നമ്മുടെ ഉത്തരം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ 40 ഇരട്ട സംഖ്യകളുടെ തുക. നേരത്തെ ഒറ്റ സംഖ്യയാണ്, ഇപ്പോൾ ഇരട്ട സംഖ്യ. ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള വാക്യം എന്ന് പറയുന്നത് n × n+1. ഓക്കെ അല്ലേ? n എന്ന് പറയുന്നത് 40 ആണ്. n+1 എന്ന് പറയുന്നത് 40 + 1 41 തമ്മിൽ ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് 41നെ 4 കൊണ്ട് ഗുണിച്ച് നോക്കാം. അപ്പോൾ 4 4 4 16 നമുക്ക് 164 കിട്ടി. ഈ ഒരു 0 കൂടെ ചേർക്കാം. അപ്പോൾ 1640. അപ്പോൾ നമ്മൾ 3 ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ ചെയ്തു. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എണ്ണൽ സംഖ്യകളുടെ തുക ചോദിച്ചാൽ n × n+1/2 ആണ്. ഒറ്റ സംഖ്യകളുടെ തുക ചോദിച്ചാൽ n² ആണ്. തന്നിരിക്കുന്ന നമ്പറിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. ഇരട്ട സംഖ്യകളുടെ ആണെങ്കിൽ n × n+1. ഇത്രയും കാര്യങ്ങൾ മനസ്സിലിരിക്കട്ടെ. പരീക്ഷയ്ക്ക് എല്ലാത്തരം പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. ഓക്കെ.